ഇന്തോനേഷ്യയിൽ അറസ്റ്റിലായ അധോലോക കുറ്റവാളി ഛോട്ടാ രാജനെ ഇന്ത്യയിലെത്തിച്ചു. പ്രത്യേക കമാൻഡോ സുരക്ഷയിലാണ് രാജനെ എത്തിച്ചത്. രാജനെ CBI ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. സന്തോഷ്, എപ്പോഴാണ് ഛോട്ടാ രാജനെ എത്തിച്ചത്? മറ്റു വിവരങ്ങൾ. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ഛോട്ടാ രാജനെ ലഭിക്കുന്നത് പോലും. ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തതിനു ശേഷം സുരക്ഷ അവിടെ ജയിലിനുള്ളിലായിരുന്ന ഛോട്ടാ രാജനെ ഇവിടുന്ന് CBI അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. സാധാരണ ഇന്ദിരാഗാന്ധി വിമാനത്താവളം ഒഴിവാക്കി വായുസേന ഉപയോഗിക്കുന്ന പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ഛോട്ടാ രാജനെ വഹിച്ചുള്ള വിമാനം എത്തിയത്. അവിടേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രത്യേക സുരക്ഷാ ബന്ധത്തിലുള്ള വാഹനത്തിൽ ഛോട്ടാ രാജനെ കയറ്റി CBI ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. CBI ആസ്ഥാനത്താണ് ഛോട്ടാ രാജനുള്ളത്. മഹാരാഷ്ട്ര പോലീസിന്റെ പക്കലാണ് സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും. ഈ കേസുകളെല്ലാം ഇന്നലെ രാത്രിയോട് CBIക്ക് കൈമാറുകയും ചെയ്തു. ഈ ഫയലുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിനായിരിക്കും ഇനി ഛോട്ടാ രാജൻ വിധേയമാവുക. ഇനി അങ്ങോട്ട് ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ കേസുകൾ എങ്ങനെയാണ് കോടതിയിൽ എത്തിക്കും എന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും CBI അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഛോട്ടാ രാജനെ 3-4 ദിവസമെങ്കിലും ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്.